വീണ്ടും വാർത്തകളിലേക്ക്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട കുടുംബം മക്കയിലുണ്ട്. ഉംറ തീർത്ഥാടനത്തിനായി മക്കയിലെത്തിയപ്പോഴാണ് നാട്ടിൽ ദുരന്തമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന മകനും മരുമകളും തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. വയനാട് കള്ളാടിയിലുണ്ടായ അപകടത്തിൽ ഒരു വീടാണ് പ്രധാനമായും നഷ്ടമായത്. ആ വീട്ടിലുള്ള ആളുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോ ഉള്ള സൗദിയിലെ മക്കയിലായിരുന്നു. ഉംറക്കായിട്ട് എത്തിയതായിരുന്നു ആ കുടുംബം. ഈ അപകടത്തിന്റെ ഞെട്ടിൽ നിന്ന് ആ കുടുംബം ഇനിയും മോചിതരായിട്ടില്ല. അവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഞങ്ങൾ പോകുന്ന 6-ാം തീയതി 9 മണിക്കാണ് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഞങ്ങൾ എത്തുന്നത് 6-ാം തീയതി രാത്രി ഉച്ചക്കാണ് ഞങ്ങൾ ഇവിടെ മക്കത്തെത്തിയത്. അപ്പം ഞങ്ങളെ അറിയുന്നത് ഉച്ചക്കാണ് ഞങ്ങൾ ഇവരെ അറിയുന്നത്. കാരണം അപ്പോഴേ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന്. അപ്പം മോൾക്കും മരുമക്കൊന്നും പറ്റിയിട്ടില്ല. കേട്ടപ്പോൾ തന്നെ വല്ലാതെ സമാധാനമായി. വീട് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? വീട്ടിൽ മോളും മരുവനും മോനും ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ മോള് ബാത്റൂമിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ മോള് ബാത്റൂമിലായിരുന്നു. ഈ ഒച്ച കേട്ടിട്ട് മോന് പേടിച്ച് കിച്ചണിലേക്ക് ഓടിയപ്പോഴാണ് മരുവൻ വന്നിട്ട് മോളെ തട്ടി നോക്കി. എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടെന്ന് പറയും. ഒരു തലനാരൊക്കെ മോള് രക്ഷപ്പെട്ടത്. വേനൽക്കാലമായാലും മൊത്തം പൊടിയുണ്ടാവുക. മഴക്കാലം തുടങ്ങി മുതലേ അവിടെ ഇങ്ങനെ എപ്പോഴും പ്രശ്നമുണ്ട്. പോയത്തെ വെള്ളമൊക്കെ കലങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നൊക്കെ എല്ലാവരും പരാതിക്ക് പറഞ്ഞതാണ് ഞങ്ങൾ. 2-3 ദിവസം മുമ്പ് ചെയ്ത ഭാഗത്തിന് കുറച്ച് ഭാഗം പൊട്ടിയിരുന്നു. കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നല്ല മഴയായ സമയത്ത് അതിന് മുമ്പ് തന്നെയാണ് കുറച്ച് മണ്ണൊലിച്ച് പുഴയിലേക്കായിട്ട് ഫുൾ പുഴവെള്ളം മുഴുവനായിട്ട് മണ്ണായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടാർപ്പായി വെച്ച് മൂടിക്കളഞ്ഞ് അങ്ങനെ. ഇപ്പോഴാണെങ്കിലും ആ സൈഡ് പൊട്ടിയ ഭാഗത്തിന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഞങ്ങൾ കാണുന്നുണ്ടാവും. ടാർപ്പായി കിട്ടിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. പിന്നെ തുടങ്ങിയ സമയത്ത് കുറേ ആൾക്കാരൊക്കെ പരാതി പറഞ്ഞിരുന്നു. കാരണം ആ പ്രദേശത്ത് അങ്ങനെ നല്ല നല്ല മഴയാണ് ഉണ്ടാവര്. പക്ഷെ അവർക്ക് എന്തോ അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ലായിരിക്കണം. ഒരു വാഹനം ഒറ്റ പോയിക്കുന്നത് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ എവിടുക്ക മാറിയത്? മോളിപ്പം കല്യാണം കഴിച്ചു വിട്ട മോളല്ലേ തരുവണ്ണൊക്കെ മാറ്റുന്നത്. ഇപ്പൊ ഞങ്ങളിനി പോയി കഴിഞ്ഞാൽ ഇപ്പൊ എവിടേക്കും നോക്കണോ? അപ്പൊ അവിടുന്ന് മന്ത്രിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു മണ്ണിന്റെ കൂന കൂട്ടിയിട്ടിരുന്നു. അപ്പൊ അത് ഒഴിവാക്കാനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അപകടം നേരത്തെ തന്നെ. അത് പോയിന്റ് സൈഡാണ് ഈ മണ്ണ് കൂട്ടിയിട്ടത്. ആ തുരങ്കത്തിന് വേണ്ടി ഇവർ കളിച്ച പോയി മണ്ണ് മൊത്തം ഇവരെന്താ കാട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് കളിച്ച് മേളിൽ കൊണ്ടിട്ടിട്ടാണ്. എന്നിട്ട് അന്ന് മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇത് ആകെ ഇതായിരുന്നു. അപ്പോൾ ഇവരെന്താ ഡാർപ്പായി കൊണ്ടിട്ട് മൂടി. കളക്ടറൊക്കെ വന്ന് നോക്കിയിട്ട് പറഞ്ഞ് അത് മൊത്തം ഡാർപ്പായിട്ട് മൂടിയിരുന്നു. മഴ വരുമ്പോഴൊക്കെ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ അവർക്ക് ഡാർപ്പായിട്ട് മൂടി ചെയ്യാം. ആദ്യം തന്നെ അവിടെ മണ്ണൊക്കെ മാന്തിയിട്ട് മരങ്ങളൊക്കെ മുറിച്ച് എന്നിട്ട് ഈ കട്ട് പീസ് മുഴുവൻ എന്താണെന്ന് അറിയാം മണ്ണിന്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിന്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടിട്ട് അതിന്റെ മുകളിലാണ് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളാക്കി സിമെന്റ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അന്നേ എല്ലാവരും പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ